പിയുടെ പ്രതിനിധി പറഞ്ഞു, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി ഈ സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നയാൾ ഞാൻ മുസ്ലിങ്ങളെ അന്ന് വല്ലാതെ വാരിപ്പൊടരുന്നു എന്നുള്ളത്. മുസ്ലിങ്ങളെ ആവട്ടെ ഏത് മതത്തിൽപ്പെട്ട മനുഷ്യരെയാവട്ടെ ഇടതുപക്ഷം കരുതലോടുകൂടെ അരികത്ത് ചേർത്ത് പിടിക്കുമ്പോൾ RSS നേതാവിന് എന്താ പൊള്ളുന്നത്? മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ RSS നേതാവിന് എന്താ കൂടുതൽ പൊള്ളുന്നത്? ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. ഈ വർഗീയ വിദ്വേഷത്തിന്റെ ദുഷിച്ച നാവുമായിട്ടാണ് ഇന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ആങ്കർ കൊണ്ട് ചോദിച്ചില്ല എന്നുള്ളത്. താമരശ്ശേരി രൂപതയ്ക്ക് കീഴിൽ 100-ലധികം വരുന്ന പെൺകുട്ടികളെ ഏതോ ജിഹാദ് ലക്ഷ്യത്തോടുകൂടെ മതം മാറ്റി വിവാഹം കഴിപ്പിച്ചു എന്നുള്ളതാണ്. ആ BJPയുടെ പ്രതിനിധി അലങ്കരിക്കുന്ന പദവിയുടെ പേരെന്താണ്? അദ്ദേഹം വൈസ് ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഓഫ് മൈനോറിറ്റി എന്നുള്ള പ്രധാനപ്പെട്ട പദവിയിൽ കേന്ദ്ര സർക്കാർ കൊണ്ട് കുടിയിരുത്തിയിരിക്കുന്നയാളാണ് നമ്മുടെ സഹപാനലിസ്റ്റായ RSSന്റെ നേതാവ്. തന്റെ പദവിയെങ്കിലും മാന്യമായി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടാകില്ല ഇടപെടേണ്ട ആളല്ലേ നിങ്ങൾ? ലവ് ജിഹാദിന്റെ പിറവി എവിടുന്നാണ്? ആർക്കാണ് ലവ് ജിഹാദിനെ കൊണ്ട് ആവശ്യം? സംശയമിടമില്ല. അത് കോൺഗ്രസുകാർക്ക്, പ്രതിനിധിയുടെ കാര്യം എനിക്കറിയില്ല, എന്തായാലും കോൺഗ്രസിനകത്ത് മതനിരപേക്ഷവാദികളായിട്ടുള്ള ഒരു മനുഷ്യനും ലവ് ജിഹാദ് എന്ന് പറയുന്നത് RSS കോയിൻ ചെയ്തൊരു പദമാണ്. സംഘപരിവാർ മതരാഷ്ട്രീയവാദികളുടെ പ്രചരണമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. ഒരു മതരാഷ്ട്രമായി ഇന്ത്യ മാറണം, അല്ലെങ്കിൽ നമ്മുടെ നാട് മാറണം എന്നാഗ്രഹിക്കുന്ന മത തീവ്രവാദികൾക്ക് മാത്രമാണ് ഈ പ്രയോഗത്തിൽ താല്പര്യമുള്ളത്. അതായത് ലവ് ജിഹാദ് പിറവിയെടുക്കുന്നത് ഈ മത തീവ്രവാദത്തിൽ നിന്നാണ്. ഈ മത തീവ്രവാദത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സമീപനം എന്താ? നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു രത്നച്ചുരുക്കതാണല്ലോ. പാർട്ടിയുടെ ഏതോ ഡോക്യുമെന്റിൽ ഇത്തരത്തിലുള്ള സാധ്യതകൾ, ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉണ്ട് എന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു കോൺഗ്രസിന്റെ നേതാവിനോട്. CPIMന്റെ സമ്മേളനങ്ങൾ, ബ്രാഞ്ച് മുതൽ സമ്മേളനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ കോൺഗ്രസ് നേതാവിന് അസഹിഷ്ണുതയുണ്ടാകും. കോൺഗ്രസ് പിറവിയെടുത്തിട്ട് യൂണിറ്റ് അടിസ്ഥാനം മുതൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വരെ ഒരു സമ്മേളനം നടത്താൻ കഴിയാതെ വന്നൊരു പാർട്ടി, ക്രമസമാധാന പ്രശ്നമുള്ളത് കൊണ്ട് സമ്മേളനം ഒഴിവാക്കേണ്ട വന്നൊരു പാർട്ടി, നിങ്ങൾക്ക് മുമ്പിൽ അത്ഭുതമാണ് CPIMന്റെ സമ്മേളനങ്ങൾ. ആ സമ്മേളനങ്ങളുടെ പ്രചരണത്തിനായി മറ്റ് കാര്യങ്ങൾക്കായി ഒരു കുറിപ്പ് അച്ചടിച്ച് നൽകി. ആ കുറിപ്പിന്റെ ഏതെങ്കിലും ഒരു അടരുകളിൽ ലവ് ജിഹാദ് കേരളത്തിന്റെ ഇന്ത്യയുടെ ക്യാമ്പസുകൾ നടക്കുന്നുണ്ട് എന്നൊരു വരി നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുമോ? വെറുതെ വന്ന് എവിടുന്നെങ്കിലും കിട്ടിയ വിവരങ്ങൾ എടുത്തു വെച്ച് വിളമ്പുന്ന വേദിയാക്കി നമ്മുടെ ചാനൽ ചർച്ചകൾ മാറാൻ പാടില്ല. ക്യാമ്പസുകളിൽ ലഹരി മരുന്നിന്റെ ഉപഭോഗത്തെ സംബന്ധിച്ചും അതിൽ ചില തീവ്രവാദ ശക്തികൾ യുവതി യുവാക്കളെ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചും ചില പരാമർശങ്ങളുണ്ട്. ലവ് ജിഹാദ് കേരളീയ ക്യാമ്പസുകളിൽ, ഇന്ത്യൻ ക്യാമ്പസുകൾ ബോധപൂർവ്വം നടത്തപ്പെടുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു പരാമർശം, ഒരു പ്രയോഗം CPIMന്റെ ഒരു രേഖയിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി. അതായത് വിലക്കയറ്റത്തിനെതിരെ സമരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസിന്റെ നേതാവ് മാസങ്ങൾക്ക് മുമ്പ് ജയ്പൂരിൽ ഒരു യോഗം നടത്തിയത്. വിലക്കയറ്റ വിരുദ്ധ സമരത്തിനായി ആയിരക്കണക്കിന് കോൺഗ്രസുകാരെ രാജസ്ഥാനിൽ വിളിച്ചു കൂട്ടിയിട്ട് കോൺഗ്രസിന്റെ രാജിവെച്ചു പോയ നമ്മുടെ വയനാട് പാർലമെന്റ് മെമ്പർ പറഞ്ഞു, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്, ഞങ്ങൾ കോൺഗ്രസുകാരാണ് യഥാർത്ഥ ഹിന്ദുക്കൾ. 2 ദിവസക്കാലം പിന്നിട്ടപ്പോൾ ലീഗിന്റെ നേതാവ് PSCയെയും വഖഫിനെയും സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കോഴിക്കോട് കടപ്പുറത്ത് യോഗം വിളിച്ചു. അയാൾ പറഞ്ഞു, ഇരിയുന്ന വയറിന്റെ തീയല്ല പ്രശ്നം, മതമാണ് 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 പ്രശ്നം. ലീഗിന്റെ നേതാവ് പറഞ്ഞു. ഇവർ 2 കൂട്ടരും പറഞ്ഞതുപോലെ പറയുന്ന കാര്യങ്ങൾ വിഴുങ്ങുന്നവരല്ല, അല്ലെങ്കിൽ അന്തസ്സില്ലാത്തൊരു കാര്യം അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തള്ളിപ്പറയാൻ ആർജവമില്ലാത്തവരല്ല ഇന്ത്യ രാജ്യത്തെ ഇടതുപക്ഷം. കോട്ടിക് ജിഹാദ് പരാമർശത്തെ സംബന്ധിച്ച് നിങ്ങളുടെ നിലപാട് എവിടെ എത്തി നിൽക്കുന്നു? ചാലക്കുടി പാർലമെന്റ് മെമ്പർ, അദ്ദേഹത്തിന്റെ സഹയാത്രികനായിട്ടുള്ള കോൺഗ്രസ് നേതാവ്, ആ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം സമീപത്ത് നർക്കോട്ടിക് ജിഹാദിന് പ്രയോഗത്തിന് ശേഷമുള്ള ഘട്ടത്തിൽ ഇന്ത്യൻ ലോകസഭയിൽ ചോദിച്ച ചോദ്യം ഇതാണ്: ഇത്തരത്തിലുള്ള ജിഹാദുകളെ സംബന്ധിച്ചുള്ള കേസുകൾ കേരളത്തിൽ നിന്നുള്ളത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടോ? RSSന്റെ പ്രതിനിധിയും നമ്മളുടെ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള മനുഷ്യൻ മറുപടി പറഞ്ഞു, G. കിഷൻ റെഡ്ഡി മറുപടി പറഞ്ഞു, ഇത്തരത്തിൽ കേരളത്തിൽ ഒരു ലവ് ജിഹാദ് കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മുമ്പാകെ അത്തരം കേസുകളില്ല. ശ്രീ ജേക്സി തോമസ്, സത്യത്തിൽ ഇത്രയേ ഉള്ളൂ. പ്രായപൂർത്തിയായ 2 വ്യക്തികൾ അവരുടെ ജീവിതം അവരുടെ ഇഷ്ടപ്രകാരം തീരുമാനിക്കുന്നു. അതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാത്രം ആകേണ്ടതാണ്. കുടുംബങ്ങളുടെയോ അവരുമായി ചേർന്ന് നിൽക്കുന്നവരുടെയോ ഒക്കെ പ്രശ്നങ്ങൾ മാത്രമായി അവസാനിക്കേണ്ടതാണ്. അതാണ് ഇപ്പോൾ ലവ് ജിഹാദ് എന്ന വലിയ രീതിയിലുള്ള ആരോപണത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു വിഭാഗം ശ്രമിച്ചത്. ഈ വിവാദത്തിൽ, ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ശ്രീ ജോർജ് തോമസിന് പറ്റിയ പിശക് എന്താണെന്നാണ് പാർട്ടി ഇന്ന് പറഞ്ഞത്. എന്താണ് ആ പിശക്? ആ പിശകിനെ സംബന്ധിച്ച് വീണ്ടും ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ ഈ ചർച്ചയുടെ കാര്യം തന്നെ ഇപ്പോ നമ്മുടെ ഇതുപോലെ ആധുനികവൽക്കരിക്കപ്പെട്ടു എന്ന് നമ്മൾ കരുതുന്ന ഒരു സമൂഹത്തിൽ, പ്രത്യേകിച്ച് സവിശേഷകരമായ പ്രൗഢഗംഭീരമായ ഒരു ഭൂതകാലമുണ്ട് എന്ന് നമ്മൾ പറയുന്ന കേരളത്തിൽ 2 വ്യത്യസ്ത മതവുമായിൽപ്പെട്ടവർ പരസ്പരം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു. അവർ സ്വതന്ത്രമായി അവരുടെ ജീവിതം തിരഞ്ഞെടുക്കുന്നു. അതൊരു വലിയ ചർച്ചയായി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമുണ്ടോ എന്നതിനെ സംബന്ധിച്ചും എനിക്ക് സംശയമുണ്ട്. തെറ്റിദ്ധാരണാജനകവും
ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതുമായ ഒരു പരാമർശം കോഴിക്കോട് പ്രദേശത്തെ CPIM-ന്റെ ഒരു നേതാവിൽ നിന്നുണ്ടായി. ഒറ്റപ്പെട്ട വ്യക്തിയുടെ നിർഭാഗ്യകരമായ അങ്ങേയറ്റം അബദ്ധജടിതമായ പരാമർശത്തെ ആ പ്രദേശത്തെ CPIM-ന്റെ സ്പോക്സ് പേഴ്സൺ, അവിടുത്തെ CPIM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെ തിരുത്തുകയുണ്ടായി. സംശയങ്ങൾ കിടമില്ലാത്ത വണ്ണം ലവ് ജിഹാദിന്റെ ഒരു പരിസരം എന്താണെന്നും ഇത് ആര് കോയിൻ ചെയ്ത പദമാണെന്നും ഇത്യാദി പ്രചരണങ്ങൾ ഏത് വിധ്വംസക ശക്തികളുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും ഒക്കെ നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. ഞാനിപ്പോ അതിന്റെ വിശാലതയിലേക്ക് പോകുന്നില്ല. ചർച്ചയുടെ തുടർച്ചയിൽ നമുക്ക് പോകണമെങ്കിൽ ഇത് പോകാവുന്നതുമാണ്. അപ്പം ഇത്തരം പ്രചരണങ്ങൾ ഉയർന്നു വരാൻ പാടില്ലാത്തതായിരുന്നെന്നും ഇവിടെ തന്നെ ഈ വധൂവരന്മാരുടെ തന്നെ വാക്കുകൾ നമ്മളുടെ പ്രേക്ഷക സമൂഹം ഒന്നാകെ ഇപ്പോൾ ശ്രദ്ധിച്ചതാണ്. അവർ പറയുന്നത് ഇടതുപക്ഷം, വിശേഷിച്ച് CPIM, DYFI സമ്പൂർണമായ സംരക്ഷണം ഏത് വിധ്വംസക ശക്തികളിൽ നിന്നും അവർക്ക് ഉറപ്പു നൽകുകയും സ്വതന്ത്രമായി നാട്ടിൽ അവർ എവിടെ ജനിച്ചു വളർന്നോ അതേ മണ്ണിൽ തന്നെ തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സ്വതന്ത്രമായ ജീവിതം നയിക്കുവാനുള്ള എല്ലാവിധ അവകാശവും ഒരുക്കുമെന്നുമുള്ള ഉറപ്പാർന്ന വാക്കുകൾ അവർ തന്നെ അവരുടെ വാക്കുകളായി നമ്മളിപ്പോൾ പ്രേക്ഷക സമൂഹം കേട്ടുന്നതാണ്. അതുകൊണ്ട് വീണ്ടും അതിന്റെ ഒരു പരിശോധനയിലേക്ക് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടുത്തെ CPIM-ന്റെ വൃത്തങ്ങൾ, മോഹൻ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ സംശയങ്ങൾ കിടമില്ലാത്ത വണ്ണം അതിനെ സംബന്ധിച്ചുള്ള ക്ലാരിറ്റിയോടുകൂടെയുള്ള ഒരു പ്രഖ്യാപനം നമ്മളുടെ മുമ്പിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ശ്രീ ജയ്ക്ക് അത് അവിടെ അവസാനിക്കാതിരിക്കുന്നത് അല്പം മുൻപ് എന്ന് വെച്ചാൽ ഒരു 7 മണിയോടൊക്കെയാണ് ഈ വിശദീകരണ യോഗം കോടഞ്ചേരിയിൽ അവസാനിപ്പിച്ചത്, CPM-ന്റെ വിശദീകരണ യോഗം. ആ വിശദീകരണ യോഗത്തിൽ പോലും ഇപ്പോൾ താങ്കൾ പറഞ്ഞ താങ്കളുടെ കൂടി സഹപ്രവർത്തകനായ പാർട്ടിയിലെ സഹപ്രവർത്തകനായ ഷിജിനെ കുറിച്ച് ശക്തമായ വിമർശനങ്ങൾ ഇതേ പാർട്ടി ജില്ലാ സെക്രട്ടറിയും ഇതേ മുൻ MLA-യും ആവർത്തിച്ചിട്ടുണ്ട്. പാർട്ടി അറിയിച്ചില്ല, ഇതൊരു പ്രശ്നമായി മാറ്റേണ്ടതില്ലായിരുന്നു, പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പാലിച്ചിട്ടില്ല, അത് സമുദായങ്ങൾ തമ്മിൽ ഒരു ഭിന്നത ഉണ്ടാക്കുന്ന സാഹചര്യം പോലും ഉണ്ടാക്കി എന്നുവരെ CPM നേതാക്കൾ പറയുന്നു. അതെന്താണ് വ്യക്തിപരമായി ഒരു വിവാഹ തീരുമാനം, വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം എങ്ങനെയാണ് രണ്ട് സമുദായങ്ങൾക്കിടയിലെ പ്രശ്നമായി പാർട്ടിക്ക് പോലും തോന്നുന്നത്? അതായത് ഈ വിവാദത്തെ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും CPIM-നെ അല്ലെങ്കിൽ പൊതുവിൽ ഇടതുപക്ഷത്തെ രണ്ടെണ്ണം കൊടുക്കാൻ പറ്റുമോ എന്നതാണ് പലരുടെയും ചിന്ത. ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. ഞാനിപ്പോ അതിന്റെ വിശാലമായ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മിശ്ര വിവാഹങ്ങൾ ആരംഭിച്ചത് എപ്പോഴായിരുന്നു? ഒരു ഇരുണ്ട കാലഘട്ടത്തിന് നടുവിൽ നിന്നുകൊണ്ടാണ് ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെയൊക്കെ നേതൃത്വത്തിൽ കൂടെയാണ് സഹോദരൻ അയ്യപ്പൻ, ശ്രീനാരായണ ഗുരുസ്വാമികൾ ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് മിശ്ര വിവാഹങ്ങളുടെ അഭിമാനാർഹമായ ഒരു ഘട്ടം കേരളത്തിൽ ഉണ്ടാകുന്നത്. ആ സമയത്ത് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു, ഞങ്ങളുടെ വിദ്യാർത്ഥി ജീവിത കാലയളവിൽ ഞങ്ങളുടെ പാർട്ടി പദ്ധതിയുടെ ഭാഗമായിരുന്നു കുമാരനാശാന്റെ വിശ്വപ്രസിദ്ധി ആർജിച്ച തമ്മിൽ കലർന്നാൽ ഗുണമേറും പൂക്കളെ സമ്മേളിപ്പിൻ സരസമായി. ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, മാർക്സിസ്റ്റുകാരനൊന്നും അല്ലാത്തൊരു അധ്യാപകൻ അതിനെ വിശദീകരിച്ചു തന്നത് മതത്തിനും ജാതിക്കും അതീതമായി നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോഴും വിശദീകരിച്ചു തന്നത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും ഈ ഒരു സംഭവത്തെ ചൂണ്ടിക്കാട്ടി തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രചരണം ഉയർന്നു വന്നു. ആ പ്രചരണത്തെ ഉയർന്നു വന്ന അതേ ഘട്ടത്തിൽ തന്നെ സംശയങ്ങൾക്കിടമില്ലാത്ത വണ്ണം നല്ല ശക്തമായി CPIM ഇടതുപക്ഷം തള്ളിക്കളഞ്ഞു. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്രചരണവും പ്രഖ്യാപനവും ആ ടേം തന്നെ കോയിൻ ചെയ്തത് ഇന്ത്യ രാജ്യത്ത് RSS ആണ്, സംഘപരിവാർ മതവർഗീയ ശക്തികളാണ്. അവർ ഈ പദത്തെ ഉപയോഗിക്കുന്നത് കേരളത്തിലും രാജ്യത്തെമ്പാടും വർഗീയ വിഭജനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. ഇത് സംശയങ്ങൾ കിടമില്ലാത്ത വണ്ണം പറയുകയും ചെയ്തു. പിന്നെ പൊതുയോഗത്തിൽ ആരെന്ന് പറഞ്ഞു, ഞാൻ അതിന്റെ സൂക്ഷ്മതയിലേക്ക് പോയിട്ടില്ല. ഞാൻ ആ പൊതുയോഗത്തെ സംബന്ധിച്ചുള്ള അങ്ങ് പറയുന്നു, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. എന്ത് പറഞ്ഞാലും ഇവിടെ ഇരിക്കുന്ന വധൂവരന്മാർ അവരുടെ വാക്കുകളിൽ അതാണെന്ന് ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയോടുകൂടെ എന്റെ സഹ പാനലിസ്റ്റുകളാവട്ടെ, ആങ്കറായ അങ്ങയാവട്ടെ, നമ്മളെക്കാളൊക്കെ പ്രാധാന്യമുള്ളതായി ഇന്ന് ഈ ചർച്ചയിൽ പ്രേക്ഷക സമൂഹം കേൾക്കുന്നത് ഈ ചർച്ചയിൽ പങ്കെടുത്ത വധൂവരന്മാരുടെ പ്രതികരണത്തെ സംബന്ധിച്ചുള്ളതാണ്. അവർ ആവർത്തിച്ചു പറയുന്നു, CPIM-ന്റെ ജില്ലാ സെക്രട്ടറി, DYFI-യുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. ആരോടൊപ്പം? ഇഷ്ടപ്പെട്ട ജീവിതം തെരഞ്ഞെടുത്ത രണ്ട് വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ വധൂവരന്മാരോടൊപ്പമാണ്. നിങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തടസ്സപ്പെടുത്താൻ ചില ഭീഷണികളെ സംബന്ധിച്ച് അങ്ങ് തന്നെ ചോദിച്ചപ്പോൾ വധൂവരന്മാർ പ്രതികരിക്കുകയും ചെയ്തു. സ്വാഭാവികമായി രണ്ട് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്താൻ ഏറ്റവും മുമ്പിൽ വരിക, അവരെ കൊന്നുകളയുമെന്ന പ്രഖ്യാപനത്തോടെ ഏറ്റവും മുമ്പിൽ വരിക മതവിശ്വാസികളല്ല, മത തീവ്രവാദികളാണ്. ആ മത തീവ്രവാദികളുടെ എതിർപ്പിനെ തള്ളിക്കളഞ്ഞ് സുരക്ഷിതത്വമാർന്ന ബോധ്യങ്ങളോടുകൂടെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടി കഴിയുമെന്ന ഉറപ്പ് അവർക്ക് നൽകിയത് അവരുടെ വാക്കുകളിൽ അങ്ങ് ഇപ്പോൾ സൂചിപ്പിച്ച ഇടതുപക്ഷമാണ്. സൂക്ഷ്മമായി പറഞ്ഞാൽ CPIM ആണ്, DYFI ആണ്. അപ്പോ അത്ര ക്ലാരിറ്റിയോടുകൂടെ അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ
ഒരു യാഥാർത്ഥ്യജനകമായ അനുഭവം എന്ന പോലെ നിൽക്കുമ്പോൾ വീണ്ടും പഴയതിലേക്ക് പോകേണ്ട കാര്യം എന്താണ്? അവർ പറഞ്ഞു കഴിഞ്ഞു, ആ അധ്യായം അവസാനിച്ചു. കുമാരനാശാൻ കവിതയിൽ പറഞ്ഞ പോലെ ഇനിയും ഇത്തരത്തിൽ തമ്മിൽ കലർന്നാൽ ഗുണമേറും പൂക്കളെ സമ്മേളിപ്പിൻ സരസമായി, ഇനിയും മതനിരപേക്ഷ വിവാഹങ്ങൾ ഉണ്ടാകട്ടെ, മതത്തിന്റെ പേരിൽ തമ്മിത്തല്ലാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത ഒരു നാടായി ഇന്ത്യയും കേരളവും ഒക്കെ മാറട്ടെ, അത്തരമൊരു സമൂഹം ഉണ്ടാകട്ടെ. അതിലല്ലേ നമ്മൾ കാക്ഷിക്കേണ്ടത്? പാർട്ടിയുടെ നിലപാട് വളരെ കറക്റ്റാണ്. അതിലൊരു പാകപ്പിഴവ് വന്ന് എന്റെ ഭാഗത്തുണ്ടായിട്ട് പിഴവാണ്. പിഴവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ജോസിനെ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും പാർട്ടിയോട് ഞാൻ ഒരു തരത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അറിയിക്കാതെയാണ് ഞാൻ എന്റെയും ജോസിനുടെയും ഞങ്ങൾ തമ്മിലുള്ള സ്വന്തം ഞങ്ങളുടെ താല്പര്യത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഒരാളോടും പറയാതെ നാട്ടിൽ നിന്ന് മാറിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിൽ പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല. ഇനി ലവ് ജിഹാദ് ഇത് ലവ് ജിഹാദാണെന്ന് പറഞ്ഞിട്ടുള്ളത് കോടഞ്ചേരിയിലെ ചില തീവ്രമായിട്ടുള്ള വർഗീയ ശക്തികളാണ്. ക്രിസ്ത്യൻ സംഘടനകളായിട്ടുള്ള ചിലരാണ് ഇത് ലവ് ജിഹാദാണെന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പിന്നെ പാർട്ടി ലീഡർഷിപ്പിൽ ഒരാളും ഞാനും ജോസിനെയും വിവാഹം കഴിച്ച് ലവ് ജിഹാദാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാനും സാധിക്കില്ല. പാർട്ടിക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ടെന്നും അത് പബ്ലിക്കായിട്ട് തന്നെ പാർട്ടിയും ഡിവൈഎഫ്ഐയും എല്ലാം ഇന്നലെയും ഇന്നുമായിട്ടെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടും പുറത്തേക്ക് പറഞ്ഞിട്ടുമുണ്ട്. പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഡിവൈഎഫിയുടെ ഭാഗത്തുനിന്നൊക്കെ ഞങ്ങൾ തന്നെ പൂർണ്ണ പിന്തുണ തന്നെയാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല. ഓക്കെ, ഞാനും കേട്ടത് അങ്ങനെ തന്നെയാണ്. ശ്രീ ജോർജ് എം തോമസിന്റെ പ്രസ്താവനയിൽ ഇത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു ആരോപണവുമായി ബന്ധപ്പെടുത്താവുന്നതല്ല, പാർട്ടിക്കെതിരെ ആസൂത്രിതമായ ആരോപണമാണ് എന്ന്. യഥാർത്ഥത്തിൽ ഇതിൽ സൂക്ഷ്മമായ രാഷ്ട്രീയം സമഗ്രമായി ചർച്ചയ്ക്കെടുത്ത് ദീർഘനേരം ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലൂടെ പോകണം എന്ന് ഞാൻ കരുതിയതല്ല. പക്ഷെ കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന് ലഭിച്ച സമയത്തിന്റെ നല്ലൊരു പങ്ക് ഒരേ കാര്യം തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ട് ആങ്കർ ഇടപെട്ടില്ല, അല്ലെങ്കിൽ വീണ്ടും പുതിയ കാര്യത്തിലേക്ക് വരുമെന്ന് അങ്ങ് എന്തുകൊണ്ട് ഡയറക്ഷൻ കൊടുത്തില്ല എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം ആവർത്തിക്കുകയാണ്, CPM നേതാവ്, ഈ വധൂവരന്മാരുടെ നേതാവ്, അവർ പറഞ്ഞിരിക്കുന്നു ലവ് ജിഹാദ്. ഇത് 4 or 5 തവണ അദ്ദേഹത്തിന്റെ ആദ്യ ഭാഗത്ത് ആവർത്തിക്കുകയാണ്. ഞാൻ ബഹുമാനിയായ കോൺഗ്രസ് നേതാവ് ഇത്തരത്തിലൊരു വാദം സമയമെടുത്ത് 6 തവണ ഒരേ വാദം യാതൊരു മര്യാദയുമില്ലാതെ നമ്മളുടെ പ്രേക്ഷക സമൂഹത്തിന്റെ സമക്ഷം ആവർത്തിച്ചുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്, ലവ് ജിഹാദിന്റെ പിറവി എവിടുന്നാണ്? ആർക്കാണ് ലവ് ജിഹാദിനെ കൊണ്ട് ആവശ്യം? സംശയമിടമില്ല, അത് കോൺഗ്രസുകാർക്ക്, പ്രതിനിധിയുടെ കാര്യം എനിക്കറിയില്ല, എന്തായാലും കോൺഗ്രസിനകത്ത് മതനിരപേക്ഷവാദികളായിട്ടുള്ള ഒരു മനുഷ്യനും ലവ് ജിഹാദ് എന്ന് പറയുന്നത് RSS കോയിൻ ചെയ്തൊരു പദമാണ്, സംഘപരിവാർ മതരാഷ്ട്രീയവാദികളുടെ പ്രചരണമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. ഒരു മതരാഷ്ട്രമായി ഇന്ത്യ മാറണം, അല്ലെങ്കിൽ നമ്മുടെ നാട് മാറണം എന്നാഗ്രഹിക്കുന്ന മത തീവ്രവാദികൾക്ക് മാത്രമാണ് ഈ പ്രയോഗത്തിൽ താല്പര്യമുള്ളത്. അതായത് ലവ് ജിഹാദ് പിറവിയെടുക്കുന്നത് ഈ മത തീവ്രവാദത്തിൽ നിന്നാണ്. ഈ മത തീവ്രവാദത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സമീപനം എന്താ? നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു രത്നച്ചുരുക്കതാണല്ലോ. പാർട്ടിയുടെ ഏതോ ഡോക്യുമെന്റിൽ ഇത്തരത്തിലുള്ള സാധ്യതകൾ, ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉണ്ട് എന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു കോൺഗ്രസിന്റെ നേതാവിനോട്. CPIM-ന്റെ സമ്മേളനങ്ങൾ, ബ്രാഞ്ച് മുതൽ സമ്മേളനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ കോൺഗ്രസ് നേതാവിന് അസഹിഷ്ണുതയുണ്ടാകും. കോൺഗ്രസ് പിറവിയെടുത്തിട്ട് യൂണിറ്റ് അടിസ്ഥാനം മുതൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വരെ ഒരു സമ്മേളനം നടത്താൻ കഴിയാതെ വന്നൊരു പാർട്ടി, ക്രമസമാധാന പ്രശ്നമുള്ളത് കൊണ്ട് സമ്മേളനം ഒഴിവാക്കേണ്ട വന്നൊരു പാർട്ടി, നിങ്ങൾക്ക് മുമ്പിൽ അത്ഭുതമാണ് CPIM-ന്റെ സമ്മേളനങ്ങൾ. ആ സമ്മേളനങ്ങളുടെ പ്രചരണത്തിനായി മറ്റ് കാര്യങ്ങൾക്കായി ഒരു കുറിപ്പ് അച്ചടിച്ച് നൽകി. ആ കുറിപ്പിന്റെ ഏതെങ്കിലും ഒരു അടരുകളിൽ ലവ് ജിഹാദ് കേരളത്തിന്റെ ഇന്ത്യയുടെ ക്യാമ്പസുകൾ നടക്കുന്നുണ്ട് എന്നൊരു വരി നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുമോ? വെറുതെ വന്ന് എവിടുന്നെങ്കിലും കിട്ടിയ വിവരങ്ങൾ എടുത്തു വെച്ച് വിളമ്പുന്ന വേദിയാക്കി നമ്മുടെ ചാനൽ ചർച്ചകൾ മാറാൻ പാടില്ല. ക്യാമ്പസുകളിൽ ലഹരി മരുന്നിന്റെ ഉപഭോഗത്തെ സംബന്ധിച്ചും അതിൽ ചില തീവ്രവാദ ശക്തികൾ യുവതി യുവാക്കളെ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചും ചില പരാമർശങ്ങളുണ്ട്. ലവ് ജിഹാദ് കേരളീയ ക്യാമ്പസുകളിൽ, ഇന്ത്യൻ ക്യാമ്പസുകൾ ബോധപൂർവ്വം നടത്തപ്പെടുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു പരാമർശം, ഒരു പ്രയോഗം CPIM-ന്റെ ഒരു രേഖയിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി. അതായത് വിലക്കയറ്റത്തിനെതിരെ സമരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസിന്റെ നേതാവ് മാസങ്ങൾക്ക് മുമ്പ് ജയ്പൂരിൽ ഒരു യോഗം നടത്തിയത്. വിലക്കയറ്റ വിരുദ്ധ സമരത്തിനായി ആയിരക്കണക്കിന് കോൺഗ്രസുകാരെ രാജസ്ഥാനിൽ വിളിച്ചു കൂട്ടിയിട്ട് കോൺഗ്രസിന്റെ രാജിവെച്ചു പോയ നമ്മുടെ വയനാട് പാർലമെന്റ് മെമ്പർ പറഞ്ഞു, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്, ഞങ്ങൾ കോൺഗ്രസുകാരാണ് യഥാർത്ഥ ഹിന്ദുക്കൾ. 2 ദിവസക്കാലം പിന്നിട്ടപ്പോൾ ലീഗിന്റെ നേതാവ് PSCയെയും വഖഫിനെയും സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കോഴിക്കോട് കടപ്പുറത്ത് യോഗം വിളിച്ചു. അയാൾ പറഞ്ഞു, മതമല്ല എരിയുന്ന വയറിന്റെ തീയല്ല പ്രശ്നം, മതമാണ് പ്രശ്നം. ലീഗിന്റെ നേതാവ് പറഞ്ഞു. ഇവർ 2 കൂട്ടരും പറഞ്ഞതുപോലെ പറയുന്ന കാര്യങ്ങൾ വിഴുങ്ങുന്നവരല്ല, അല്ലെങ്കിൽ അന്തസ്സില്ലാത്തൊരു കാര്യം അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തള്ളിപ്പറയാൻ ആർജവമില്ലാത്തവരല്ല ഇന്ത്യ രാജ്യത്തെ ഇടതുപക്ഷം. അതുകൊണ്ടാണ് അങ്ങിപ്പോൾ ഉദ്ധരിച്ച പാർട്ടി രേഖയുടെ ഏതെങ്കിലും ഒരു അംശത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പരാമർശം, ഒരു പ്രയോഗമുണ്ടോ?
അപ്പൊ ലേഖകൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നോക്കൂ, താങ്കൾ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്ന ഡോക്യുമെന്റിൽ ആ മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, അതിനകത്ത് ലവ് ജിഹാദ് എന്നൊരു വാക്കില്ലല്ലോ. വീണ്ടും ആ തെറ്റായ പരാമർശത്തെ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ആ താല്പര്യം ഞങ്ങൾക്കാവില്ല, കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിനാവില്ല. ഇപ്പോൾ ക്രിസ്ത്യൻ സംഘടനകൾ പലതവണ ആരോപിക്കുന്നതും ഇത് തന്നെയാണല്ലോ. കേരളത്തിൽ യുവതികളെ ലക്ഷ്യമിട്ടുകൊണ്ട് തീവ്രവാദത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ആസൂത്രിതമായ ശ്രമം നടത്തുന്നുണ്ട്. മതപരിവർത്തനം എന്നും വിവാഹത്തിലൂടെയാണ് നടക്കുന്നതും എന്നുള്ളതുകൊണ്ട് ലവ് ജിഹാദ് എന്ന് പറയുന്നു. സ്ത്രീകളെ ലക്ഷ്യമിട്ട് പ്രത്യേകമായി അങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് CPM-ന്റെ രേഖയിലുണ്ടെങ്കിൽ ലവ് ജിഹാദ് എന്നിവർ പറയുന്നതിന് സമാനമാണെന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി രംഗത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ആരെയാണ് കുറ്റം പറയേണ്ടത്? ഞാൻ വളരെ ലളിതമായി അങ്ങോട്ട് പറഞ്ഞല്ലോ, ആ രേഖയിൽ ലവ് ജിഹാദ് ഇല്ല. അത് അങ്ങ് വായിച്ച് കേൾപ്പിച്ചതാണ്, പ്രേക്ഷകർ കേട്ടിട്ടുള്ളതാണ്. ആരോപിക്കുന്ന ലവ് ജിഹാദും ഈ രേഖയിൽ പറയുന്ന കാര്യവും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ജയിക്കൊന്ന് വിശദീകരിക്കാമോ? ഞാൻ ഈ ചർച്ചയുടെ എത്രയോ ഘട്ടങ്ങളിൽ ഞാനത് വിശദീകരിച്ചു. അതായത് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ചെറുപ്പക്കാരികളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനുള്ള അനുഭവങ്ങളുണ്ട്. അതിപ്പോ ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, RSS ആവട്ടെ, ഈ മത തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ, മതരാഷ്ട്രമാക്കി ഇന്ത്യയെ കേരളത്തെ മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്ന സംഘടനകൾ, അവരൊക്കെ കേരളീയ ക്യാമ്പസുകൾ ചെറുപ്പത്തെ വഴിതെറ്റിക്കാൻ വേണ്ടി പലവിധ കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അതിന്റെ എത്ര കേസുകളുടെ ഉദാഹരണങ്ങൾ, MDMA, ലഹരിക്കടത്ത്, ഇത്തരം കേസുകൾ പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികൾ പിടികൂടപ്പെട്ട അനുഭവം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഇത്തരം തീവ്രവാദ സംഘങ്ങൾ തങ്ങൾക്ക് അഭിലഷണീയമായ ഏതു ഹീനമായ മാർഗം ഉപയോഗിച്ചും നമ്മളുടെ ക്യാമ്പസുകളെ, ചെറുപ്പത്തെ തങ്ങളുടെ വിദ്വേഷജനകമായ വഴികളിലൂടെ നയിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനെയാണ് ആ രേഖ ചൂണ്ടിക്കാണിച്ചത്. ആ രേഖയെ തെറ്റിദ്ധരിക്കാൻ, ബോധപൂർവം തെറ്റിദ്ധരിക്കാനും അബദ്ധവശാൽ തെറ്റിദ്ധരിക്കാനുമുള്ള അവകാശമുണ്ട്. ഈ രണ്ട് തെറ്റിദ്ധാരണകളെയും അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം തള്ളിക്കളഞ്ഞു. കാരണം ഇടതുപക്ഷമാണ്, CPIM ആണ്. ജനറൽ സെക്രട്ടറി മുതൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വരെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് താല്പര്യം ആ തെറ്റിൽ തന്നെ പിടികൂടാനാണ്. ഞങ്ങൾക്ക് താല്പര്യം പഴയ കള്ളത്തെ, ആ വിദ്വേഷജനകമായ അംശത്തെ തന്നെ പിടികൂടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞുവല്ലോ, ഇപ്പൊ ആ ചെറുപ്പത്തെ തെറ്റിദ്ധരിക്കാനും വക്രീകരിക്കുവാനുള്ള ശ്രമങ്ങൾ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ജമാഅത്തെ ഇസ്ലാമി, UDF-ന്റെ കൂട്ടുകക്ഷി, RSS, UDF പരോക്ഷമായി വോട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഇവരൊക്കെ നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങളെ തുറന്നു കാണിച്ചതാണ് ആ രേഖ. ആ രേഖയിൽ ഇവിടെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ടില്ല. ആ രേഖയുടെ ഉദ്ദേശം അതായിരുന്നു. പിന്നെ ആ രേഖയെ തെറ്റായി വ്യാഖ്യാനിക്കാൻ, ബോധപൂർവം അബദ്ധവശാലും തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ആ ശ്രമങ്ങളെയാകെ ഇടതുപക്ഷം CPIM തള്ളിക്കളഞ്ഞു. അത് നമ്മളുടെ പബ്ലിക് ഡൊമൈന് മുമ്പിലുണ്ട്. പക്ഷെ നമുക്കത് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം സ്വീകരിച്ച നമ്മളുടെ അജണ്ട പ്രചരിപ്പിക്കാൻ പറ്റില്ല. അത്രയുള്ള കാര്യം. പിന്നെ BJP-യുടെ പ്രതിനിധി, അതിലൂടെ മറുപടി പറഞ്ഞ ഞാനെന്റെ ഭാഗം അവസാനിപ്പിച്ചോളാം. BJP-യുടെ പ്രതിനിധി പറഞ്ഞു, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി ഈ സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നയാൾ ഞാൻ മുസ്ലിങ്ങളെ അന്ന് വല്ലാതെ വാരിപ്പൊടരുന്നു എന്നുള്ളത്. മുസ്ലിങ്ങളെ ആവട്ടെ, ഏത് മതത്തിൽപ്പെട്ട മനുഷ്യരെയാവട്ടെ, ഇടതുപക്ഷം കരുതലോടുകൂടെ അരികത്ത് ചേർത്ത് പിടിക്കുമ്പോൾ RSS നേതാവിന് എന്താ പൊള്ളുന്നത്? മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ RSS നേതാവിന് എന്താ കൂടുതൽ പൊള്ളുന്നത്? ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. ഈ വർഗീയ വിദ്വേഷത്തിന്റെ ദുഷിച്ച നാവുമായിട്ടാണ് ഇന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ആങ്കർ കൊണ്ട് ചോദിച്ചില്ല എന്നുള്ളത്. താമരശ്ശേരി രൂപതയ്ക്ക് കീഴിൽ 100-ലധികം വരുന്ന പെൺകുട്ടികളെ ഏതോ ജിഹാദ് ലക്ഷ്യത്തോടു കൂടെ മതം മാറ്റി വിവാഹം കഴിപ്പിച്ചു എന്നുള്ളതാണ്. ആ BJP-യുടെ പ്രതിനിധി അലങ്കരിക്കുന്ന പദവിയുടെ പേരെന്താണ്? അദ്ദേഹം വൈസ് ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഓഫ് മൈനോറിറ്റി എന്നുള്ള പ്രധാനപ്പെട്ട പദവിയിൽ കേന്ദ്ര സർക്കാർ കൊണ്ട് കുടിയിരുത്തിയിരിക്കുന്നയാളാണ് നമ്മുടെ സഹ പാനലിസ്റ്റായ RSS-ന്റെ നേതാവ്. തന്റെ പദവിയെങ്കിലും മാന്യമായി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടാകില്ല ഇടപെടേണ്ട ആളല്ലേ നിങ്ങൾ? അതൊന്നും ചെയ്യാതെ പ്രേക്ഷക സമൂഹം കാണുന്ന ഒരു ചാനൽ BJP നേതാവിനോട് നാണമാ